ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രം പഴയ നിയമത്തിലെ അവസാനത്തെ ചരിത്ര പുസ്തകങ്ങളിലൂടെ നാം ഒരു തീർത്ഥാടനം നടത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഇസ്രായേൽ ജനത്തെ ഏറ്റവും അധികം ദ്രോഹിച്ച സെലൂസിഡ് സാമ്രാജ്യത്തിലെ രാജാവ് അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയായിരുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്ത് അത്യന്തം വേദനാജനകമായ ഒരു അന്ത്യമായിരുന്നു, ഒരു പരാജിതൻ്റെ അന്ത്യം. അതായിരുന്നു അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമന് ലഭിച്ചത് എന്ന് മക്കബായ ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ തൻ്റെ രോഗക്കിടക്കയിലാണ്. രോഗക്കിടക്കയിൽ എത്തുന്നതിന് മുൻപ് തൻ്റെ സൈന്യത്തിനും തൻ്റെ കൂട്ടാളികൾക്ക് സംഭവിച്ചിട്ടുള്ള നിരവധി പരാജയങ്ങളുടെ വാർത്തയാണ് അയാൾ അറിയുന്നത്. അയാൾ തന്നെ അർത്തേമിസിലെ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുൻപിൽ നിന്ന് യുദ്ധത്തിൽ പരാജിതനായി ബാബിലോണിലേക്ക് പിൻവാങ്ങേണ്ടതായിട്ട് വരുന്നു. യുദ്ധത്തിൽ പരാജിതനായി തിരികെ പോകും വഴി ഒരു സൈനികൻ അയാളെ മറ്റൊരു വിവരം അറിയിച്ചു. യൂദയായിലേക്ക് അയച്ച സൈന്യാധിപന്മാരായ നിക്കാനോറും ഗോർജിയാസുമെല്ലാം മക്കബായരോട് ഏറ്റുമുട്ടി തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഈ പരാജയ വാർത്തകളെല്ലാം അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ എന്ന ദുഷ്ടനായ രാജാവിനെ അങ്ങേയറ്റം ദുഃഖാർത്തനാക്കി. അത് അയാളെ രോഗിയാക്കി തീർത്തു. അങ്ങനെ തൻ്റെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഈ പരാജയം, ദുഃഖം, വേദന ഒരു അശനിവാദം പോലെ അനുഭവിക്കേണ്ടതായി വരുന്നത് എന്ന് അയാൾ തിരിച്ചറിയുന്നു. അയാൾ ഏറ്റുപറയുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദേവാലയം താൻ അശുദ്ധമാക്കിയതുകൊണ്ടും ഒരു കാരണവുമില്ലാതെ ദൈവമായ കർത്താവിൻ്റെ ജനമായ യഹൂദരെ ദ്രോഹിച്ചതുകൊണ്ടുമാണ് തനിക്ക് ദുർവിധി വന്നത് എന്ന് അയാൾ ഏറ്റുപറയുന്നു. അതിനുശേഷം മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ ഭരണത്തിൻ്റെ കൈമാറ്റം നടത്തുകയാണ്. എപ്രകാരമാണ് ഇയാൾ ഭരണ കൈമാറ്റം നടത്തിയത് എന്ന് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് ഉണ്ട്. നമുക്ക് ആ വചനങ്ങൾ ഒന്ന് ഒരുമിച്ച് വായിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ കൂടി എൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗം വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായി നിയമിച്ചു. തൻ്റെ പുത്രനായ അന്ത്യോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ട് വരണമെന്ന നിർദ്ദേശത്തോടു കൂടി അവൻ ഫിലിപ്പിന് തൻ്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്ത്യോക്കസ് രാജാവ് 141-ാം വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ്
രാജാവിൻ്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ട് വന്നവനുമായ അന്ത്യോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവന് എവുപ്പാത്തോർ എന്ന് പേര് നൽകുകയും ചെയ്തു. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ മരണശേഷം പുത്രൻ അന്ത്യോക്കസ് എവുപ്പാത്തോർ ഭരണാധികാരിയായി മാറുന്നു. എന്നാൽ അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ മരണസമയത്ത് പുത്രൻ അന്ത്യോക്കസ് എവുപ്പാത്തോർ കേവലം ഒരു ബാലനായിരുന്നു. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നു. അതുകൊണ്ട് ഈ ബാലനായ രാജാവിൻ്റെ കിരീടാവകാശിയുടെ സംരക്ഷണ ചുമതലയും രാജ്യഭരണവും നടത്തിയത് 2 വ്യക്തികൾ ചേർന്നായിരുന്നു. ഫിലിപ്പ് എന്ന വ്യക്തിയും ലിസിയാസ് എന്ന വ്യക്തിയും. ചരിത്രപരമായി നോക്കുമ്പോൾ അന്ത്യോക്കസ് അഞ്ചാമന് അഥവാ അന്ത്യോക്കസ് എവുപ്പാത്തറിന് സിംഹാസന ആരോഹണ സമയത്ത് ഏകദേശം 9 വയസ്സായിരുന്നു പ്രായം. എന്തുകൊണ്ടാണ് ഒരേ സമയം ലിസിയാസും ഫിലിപ്പും ഈ ബാലനായ രാജാവിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് എന്നതിനെക്കുറിച്ച് ചരിത്രപരമായ വ്യക്തതയില്ല. മാത്രവുമല്ല, പിന്നീട് ലിസിയാസും ഫിലിപ്പും തമ്മിൽ ശത്രുതയും ഉടലെടുക്കുന്നുണ്ട്. ഏതായാലും ഈ 2 പേരും, ലിസിയാസും ഫിലിപ്പും, രാജ്യഭരണത്തിൽ കാര്യമായി ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. സെലൂസിഡ് സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചയാണ് അന്ത്യോക്കസ് എവുപ്പാത്തോർ അഥവാ അന്ത്യോക്കസ് അഞ്ചാമനിലൂടെ വിവരിക്കുന്നത്. ലിസിയാസ് ഭരണപ്രതിനിധിയായും സിംഹാസനത്തിന് പിന്നിലുള്ള ശക്തിയായും നിലകൊണ്ടു. എന്നാൽ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭരണ കൈമാറ്റം തർക്കരഹിതമായ ഒരു പിന്തുടർച്ചയുടെ കൈമാറ്റമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 9 വയസ്സുകാരൻ അന്ത്യോക്കസ് എവുപ്പാത്തറിനെ രാജാവാക്കുന്ന സമയത്ത് കിരീടത്തിന് അവകാശമുണ്ടായിരുന്ന മറ്റ് ചിലരും ഈ സെലൂസിഡ് സാമ്രാജ്യത്തിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഉദാഹരണമായി, അക്കാലത്ത് റോമിൽ ബന്ധിയാക്കപ്പെട്ടിരുന്ന ദെമിത്രിയൂസ് എന്ന ഒരു രാജകുമാരൻ, അയാൾ സെലൂക്കസ് രാജാവിൻ്റെ 4ാമത്തെ മകനായിരുന്നു. അയാൾ ഉൾപ്പെടെ സിംഹാസനത്തിന് അവകാശികളായി മറ്റ് വ്യക്തികളും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ഏതായാലും അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ മരണം സംഭവിക്കുന്നു. ഭരണം നൈയാമികമായി അയാളുടെ പുത്രൻ അന്ത്യോക്കസ് അഞ്ചാമൻ അഥവാ എവുപ്പാത്തറിലേക്ക് നൽകപ്പെടുന്നു. എന്നാൽ ഭരണം യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് ലിസിയാസും ഫിലിപ്പുമാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തതായി മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ഭരണ കൈമാറ്റത്തിന് ശേഷം ലിസിയാസ് എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ യൂദയായിൽ മക്കബായർക്കെതിരെ നടത്തുന്ന 2ാമത്തെ യുദ്ധം, ആക്രമണത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 1 മക്കബായർ 6-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതീയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 150-ാം വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു.
ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു. എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അധർമ്മികളായ കുറേ ഇസ്രായേല്യരും അവരോട് ചേർന്നു. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകകൾ കൈയടക്കുകയും ചെയ്തു. ഞങ്ങളെ മാത്രമല്ല, അയൽരാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചടക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങേക്ക് സാധിക്കാതെ വരും. അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ അന്ത്യോക്യസ് എപ്പിഫാനറിൻ്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഏതാണ്ട് BC 164-163 കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ലിസിയാസ് എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ ജെറുസലേം രണ്ടാമതും ആക്രമിക്കാൻ ഇടവന്നത് പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഇവിടെ സൂചനകൾ ഉള്ളത്. എന്താണ് ഈ പശ്ചാത്തലം? യൂദാസ് മക്കബേയൂസും മക്കബായരും ജെറുസലേം ദേവാലയം തിരിച്ചുപിടിച്ചു. അവർ ആ ദേവാലയത്തെ ശുദ്ധീകരിച്ചു, പുനഃപ്രതിഷ്ഠിച്ചു, കോട്ടകൾ കെട്ടി സുരക്ഷിതമാക്കി. പക്ഷെ അപ്പോഴും ജെറുസലേമിൻ്റെ നഗരകവാടത്തിലുള്ള ജെറുസലേം കോട്ടയുടെ നിയന്ത്രണം സെലൂക്യരുടെ സൈന്യത്തിന് തന്നെയായിരുന്നു. കാരണം അവരെ അവിടെ നിന്ന് തുരത്താൻ മക്കബേയൂസിനും കൂട്ടർക്കും സാധിച്ചിരുന്നില്ല. ആക്ര എന്ന ജെറുസലേമിലെ ഈ കോട്ട സെലൂക്യരുടെ കീഴിലായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. ഇങ്ങനെ തങ്ങളുടെ വിശുദ്ധ നഗരത്തോട് ചേർന്ന് വിജാതീയരായ സെലൂക്യർ, അവരുടെ സൈന്യം, അവർ അവിടെ ആയിരിക്കുന്നത് മക്കബായരും യഹൂദരും വെറുത്തിരുന്നു. മാത്രവുമല്ല, നിരന്തരം ശല്യക്കാരായിരുന്ന അവരെ നിശേഷം നശിപ്പിക്കാൻ അവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ മക്കബായർ വിജാതീയർ കൈയടക്കിയിരുന്ന ജെറുസലേം കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഉപരോധത്തിനായി അവർ ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിക്കുന്നു. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്നു. ഈ ഉപരോധത്തിനിടയിൽ തീർച്ചയായും യുദ്ധത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുന്നു. ഇതിനിടയിൽ ഏതാനും സെലൂക്യരായ കാവൽക്കാരും, യഹൂദരുടെ ജന്മം കൊണ്ട് യഹൂദരാണെങ്കിലും കർമ്മം കൊണ്ട് ചതിയന്മാരായ ചില യഹൂദരും രക്ഷപ്പെട്ട് സെലൂസിഡ് രാജാവിൻ്റെ രാജസന്നിധിയിൽ എത്തി അഭയം പ്രാപിക്കുകയാണ്. അവർ അവിടെ അഭയം പ്രാപിച്ചതിന് ശേഷം ജെറുസലേം കോട്ടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഉപരോധത്തെക്കുറിച്ചും രാജസന്നിധിയിൽ അറിയിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം.
ഈ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് യൂദാസ് മക്കബേയൂസിന് ഒരേ സമയം വിജാതീയരായ ശത്രുക്കളെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര ശത്രുക്കളെയും നേരിടേണ്ടി വന്നു എന്ന കാര്യമാണ്. സെലൂക്യരായ വിജാതീയരായ ശത്രുക്കളെ നേരിടുന്നതിനോടൊപ്പം ജന്മം കൊണ്ട് യഹൂദരെങ്കിലും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ എല്ലാം മറന്ന് വിജാതീയരായ ശത്രുക്കളുടെ കൂടെ നിന്ന് തങ്ങളെ ഒറ്റുകൊടുത്ത ഒരു വിഭാഗം ആളുകളുടെ ശത്രുതയും അവരുടെ സാന്നിധ്യവും മക്കബായർ നേരിടേണ്ടതായിട്ട് വന്നു. ഈ ചതിയന്മാരായ യഹൂദർ ഒരേ സമയം നിയമനിഷേധകരും ദൈവ നിഷേധികളുമായിരുന്നു. അവരാണ് വിജാതീയനായ സെലൂക്യ രാജാവിൻ്റെ അടുത്തു ചെന്ന് തങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ പറയുന്നത്. അവർ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ കൽപ്പനകൾ അങ്ങയുടെ പിതാവിനെ സ്നേഹിക്കാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതായത് അന്ത്യോക്യസ് എപ്പിഫാനസ് 4 കാലത്ത് മുതൽ സെലൂസിഡ് സൈന്യത്തോടൊപ്പം കൂട്ടുചേർന്ന ചതിയന്മാരായ നിയമനിഷേധികളായ ദൈവനിഷേധികളായ യഹൂദർ ഇപ്പോൾ ഇതാ സെലൂക്യ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് പറയുകയാണ്, അങ്ങയുടെ പിതാവിൻ്റെ കാലം മുതലേ ഞങ്ങൾ വിനീത വിധേയരായിരുന്ന ദാസന്മാരായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ ഞങ്ങളിതാ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നു. യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലുള്ള മക്കബായ സൈന്യം അവരുടെ കോട്ട ആക്രമിക്കുകയും അവരുടെ ശത്രുതയിൽ അവരെ വധിക്കുകയും വസ്തുവകകൾ കൈയടക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജാവ് ഇടപെടണം. മക്കബായരെ തുരത്തുന്നതിന്, അവരെ പരാജയപ്പെടുത്തുന്നതിനുള്ള മുന്നേറ്റം, സൈനിക മുന്നേറ്റം നടത്തണം എന്ന അഭ്യർത്ഥനയാണ് അവർ മുൻപിൽ വയ്ക്കുന്നത്. ഈ അഭ്യർത്ഥനയോട് എപ്രകാരമാണ് സെലൂക്യ രാജാവ് പ്രതികരിച്ചത് എന്ന് തുടർന്ന് വരുന്ന വചനഭാഗത്ത് വ്യക്തമാണ്. നമുക്കതൊന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ട രാജാവ് ക്രുദ്ധനായി. അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യദേശങ്ങളിലും ദ്വീപുകളിൽ നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 100,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവൻ്റെ സൈന്യം. അവർ ഇദുമയായിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. ഇവിടെ ലിസിയാസിൻ്റെ നേതൃത്വത്തിൽ മക്കബായർക്കെതിരെ നടത്തുന്ന 2-ാം സൈനിക മുന്നേറ്റത്തിൻ്റെ സൈന്യബലത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത്. 100,000 പടയാളികൾ, 20,000 കുതിരപ്പടയാളികൾ, ഇവർ ചേർന്ന മഹാസൈന്യത്തെയാണ് ലിസിയാസ് മക്കബായർക്കെതിരെ ഒരുക്കുന്നത്. ഈ സംഖ്യ അല്പം അതിശയോക്തിപരമാണ് എന്ന് പറയാതെ വയ്യ. എന്നാൽ ശത്രു സൈന്യം എത്ര കരുത്തുറ്റതാണെന്നും ശക്തമാണെന്നും വ്യക്തമാക്കുകയാണ് മക്കബായ ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം. യൂദാസിനെയും മക്കബേരെയും സമീപിക്കുന്ന വലിയ സൈനിക ശക്തി, ആ നീക്കത്തിൻ്റെ അപകടം, ഭീകരത എന്നിവയും ഇവിടെ വ്യക്തമാവുകയാണ്. കുതിരപ്പട്ടാളക്കാരും കാലാൾ പട്ടാളക്കാരും ഉൾപ്പെടുന്ന ഈ സൈന്യവ്യൂഹത്തിൽ
32 ആനകൾ, യുദ്ധപരിചയമുള്ള 32 ആനകളും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. യുദ്ധ നൈപുണ്യം നേടിയ ആനകൾ പുരാതന കാലത്തെ യുദ്ധത്തിൽ അഭിനവ യുദ്ധങ്ങളിലെ ടാങ്കുകളെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അജയ്യരായിരുന്നു ഈ ആനകൾ. മാത്രവുമല്ല, ഈ ആനകളുടെ സാന്നിധ്യം യഹൂദരിൽ ഭയം ജനിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടി ആയിരുന്നു. അടുത്തതായി യൂദാസ് മക്കബേയൂസും ലിസിയാസും നടത്തുന്ന പടയൊരുക്കങ്ങളുടെ ചരിത്രം, കഥ നമുക്കൊന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ പാളയത്തിനെതിരെ ബത്ത് സഖറിയായിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്ത് സഖറിയായിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി കാഹളം മുഴക്കി. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യം ഉണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിത്തളത്തൊപ്പിയും ധരിച്ച 1000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവർ അതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. യൂദാസിൻ്റെയും ലിസിയാസിൻ്റെയും പടയൊരുക്കങ്ങൾ വിവരിക്കപ്പെടുകയാണ്. ലിസിയാസ് അഥവാ സെലൂക്യ സൈനിക നിരയുടെ പ്രത്യേകത യുദ്ധപരിചയമുള്ള ആനകളെ കേന്ദ്രീകരിച്ചാണ് അവർ സൈന്യത്തെ വിന്യസിപ്പിച്ചത് എന്നുള്ളതാണ്. സൈന്യങ്ങളെ പ്രത്യേകിച്ചും ആനകളോട് ചേർത്ത് അവർ നിലയുറപ്പിച്ചു. ഈ ആനകളെ നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നുമുള്ള പാപ്പാന്മാരായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. അതായത് ഇക്കാലത്ത് സെലൂക്യ സൈന്യത്തിൻ്റെ ആനപ്പടയിൽ ഇന്ത്യക്കാരായിരുന്ന പാപ്പാന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് വ്യക്തം. ഏതായാലും സെലൂക്യ സൈന്യം കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട എന്നിങ്ങനെ ഉള്ള ക്രമത്തിലായിരുന്നു അവരുടെ സൈന്യവിന്യാസം നടത്തിയത്. ഇത് സൈന്യത്തിൻ്റെ ആയുധഫലവും ആഡംബരവും പ്രൗഢിയും ഒക്കെ വിളിച്ചോതുന്നതാണ്. ഇവരുടെ സൈന്യത്തിൻ്റെ ബാഹുല്യം, അവരുടെ സൈനിക ഉപകരണങ്ങളുടെ പ്രത്യേകത എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി
സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു എന്ന് ഗ്രന്ഥകാരൻ എഴുതുന്നത്. അത്രമാത്രം സൈനികർ ഒരുമിച്ച് വിവിധ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായ തങ്ങളുടെ വാളും പരിചയും മറ്റ് യുദ്ധോപകരണങ്ങളുമായി മുന്നേറുന്ന സമയത്ത് ഭീതിതമായ ഒരു അന്തരീക്ഷം സംജാതമായി. അതിശക്തമായ സുസജ്ജമായ ഒരു സൈന്യത്തെ യൂദാസ് മക്കബേയോസും മക്കബായരും നേരിടേണ്ടതായി വരുന്നു. ആ കഥകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിച്ച് വിശദീകരിക്കാം.